വ്യഭിചാരം നിലവിൽ ഇന്ത്യയിൽ കുറ്റകൃത്യമല്ല. നേരത്തെ അത് കുറ്റകൃത്യമായിരുന്നു. IPCയിലെ 497 വകുപ്പ് പ്രകാരം 5 വർഷം തടവോ പിഴയോ രണ്ടുമോ ലഭിക്കാവുന്ന കുറ്റകൃത്യമായിരുന്നു വ്യഭിചാരം. അതിനെ നിർവചിച്ചിരിക്കുന്നത് മറ്റൊരാളുടെ ഭാര്യയുമായി അയാളുടെ സമ്മതമില്ലാതെ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നു എന്നാണ്. അങ്ങനെ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അതിലേർപ്പെട്ട പുരുഷൻ ശിക്ഷിക്കപ്പെടുന്നതായിരുന്നു കുറ്റകൃത്യം. സ്ത്രീ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമില്ലായിരുന്നു. പിന്നെന്ത് സംഭവിച്ചു? 2018 സുപ്രീം കോടതി ഈ വകുപ്പ് തന്നെ റദ്ദാക്കി. അങ്ങനെ വ്യഭിചാര കുറ്റം രാജ്യത്ത് കുറ്റകൃത്യമല്ലാതെയായി മാറി. എന്തായിരുന്നു ആ വകുപ്പ് തന്നെ എടുത്തു മാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത്? വ്യഭിചാര കുറ്റത്തിൽ വ്യഭിചാരത്തെ നിർവചിച്ചിരിക്കുന്നത് മറ്റൊരാളുടെ ഭാര്യയുമായി അയാളുടെ സമ്മതമില്ലാതെ ലൈംഗിക വേർച്ചയിൽ ഏർപ്പെടുന്നു എന്നാണല്ലോ. അപ്പോൾ അവിടെ ഭാര്യയുടെ, സ്ത്രീയുടെ സമ്മതം അപ്രസക്തമാവുകയും ഭർത്താവിൻ്റെ സ്വകാര്യ സ്വത്താണ് ഭാര്യ എന്ന കാഴ്ചപ്പാട് രൂപപ്പെടുകയും പുരുഷൻ്റെ ഉപകരണമാണ് സ്ത്രീ എന്ന മനോനിലയാണ് ആ വകുപ്പ് പങ്കുവെക്കുന്നത് എന്ന കാഴ്ചപ്പാടിൻ്റെ, എന്ന നിരീക്ഷണത്തിന് പുറത്താണ് സുപ്രീം കോടതി വകുപ്പ് തന്നെ എടുത്തു മാറ്റുന്നത്. അങ്ങനെ വ്യഭിചാര കുറ്റം രാജ്യത്ത് കുറ്റകൃത്യമല്ലാതെയായി തീർന്നത്. അത് സ്ത്രീക്ക് നേരെയുള്ള വിവേചനവും സ്ത്രീയുടെ സ്വയം നിർണയ അവകാശത്തിന് എതിരാണ് എന്ന കാഴ്ചപ്പാട്, നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി ആ വിധിയിൽ മുന്നോട്ട് വച്ചിരുന്നു. ബ്രിട്ടീഷ് കാലത്തെ നിയമമാണ് IPCയിലെ വ്യഭിചാര കുറ്റം എന്ന് പറയുന്നത്. 1860 IPC ബ്രിട്ടീഷ് പ്രഭുവായിരുന്ന മെക്കാള പ്രഭു രൂപപ്പെടുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് വ്യഭിചാര കുറ്റം വിക്ടോറിയൻ സദാചാര സങ്കല്പത്തിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് പുതിയ കാലത്ത് അംഗീകരിക്കാൻ വയ്യ എന്നൊരു തീരുമാനത്തിന് പുറത്താണ് വ്യഭിചാര കുറ്റം സുപ്രീം കോടതി റദ്ദാക്കുന്നത്. അവിടെ സ്ത്രീയുടെ സ്വയം നിർണയ അവകാശത്തിനും തുല്യതയ്ക്കും എതിരാകുക വഴി സ്ത്രീവിരുദ്ധമാണ് വ്യഭിചാര കുറ്റത്തെ നിർവചിച്ചിരിക്കുന്ന രീതി എന്നതായിരുന്നു പ്രശ്നമെങ്കിൽ ആ വകുപ്പ് ഭേദഗതി ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ കോടതി എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറയുന്ന രീതിയിൽ ആ വകുപ്പ് തന്നെ എടുത്തു മാറ്റുകയാണ് ചെയ്തത്. അതുവഴി രാജ്യത്ത് വ്യഭിചാര കുറ്റം അത് കുറ്റകൃത്യമല്ലാതെയായി തീരുന്ന ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. 2023 IPCക്ക് ബദലായി പുതിയ ക്രിമിനൽ നിയമം BNS രൂപപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ആഭ്യന്തരകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശകളിലൊന്ന് വ്യഭിചാര കുറ്റം ജെൻഡർ ന്യൂട്രലായി രാജ്യത്ത് തിരിച്ചു കൊണ്ടുവരണം എന്നതായിരുന്നു. പ്രസക്തമായിരുന്നു അത്. അപ്പോൾ അതിന് നിദാനമായി, കാരണമായി ആഭ്യന്തരകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുന്നോട്ട് വെച്ചത് വിവാഹ കുടുംബ ബന്ധങ്ങൾക്കും സദാചാര മൂല്യങ്ങൾക്കും ഇന്ത്യയിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നതാണ്. അത് തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രം പോരാ. നേരത്തെ IPCയിൽ വ്യഭിചാര കുറ്റപ്രകാരം പുരുഷൻ മാത്രമായിരുന്നു ശിക്ഷിക്കപ്പെട്ടിരുന്നത്. പുതിയ നിയമം ജെൻഡർ ന്യൂട്രൽ ആവണം, സ്ത്രീയും പുരുഷനും തുല്യമായി ശിക്ഷിക്കപ്പെടുന്ന രീതിയിൽ വ്യഭിചാര കുറ്റം പുനഃസ്ഥാപിക്കണം എന്നായിരുന്നു ആ ശുപാർശകളിലൊന്ന്. പക്ഷേ അത് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. നമ്മുടെ രാജ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വസിക്കുന്ന, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഈ സദാചാര സനാതന മൂല്യങ്ങൾക്ക് വലിയ പരിഗണന ലഭിക്കുന്ന, കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യത്ത് അത് യുക്തിരഹിതമായ അല്ലെങ്കിൽ വരും വരായികകളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ സംഭവിച്ച ഒരു വിധിയുടെ പുറത്ത് വലിയൊരു ലീഗൽ വാക്വം, നിയമപരമായ ഒരു വിടവ്
ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. അതായത് വ്യഭിചാരക്കുറ്റത്തെക്കുറിച്ച് യാതൊരു പരാമർശവും രാജ്യത്തെ നിലവിലുള്ള ക്രിമിനൽ നിയമത്തിലില്ല എന്നുള്ളത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് നമ്മുടെ രാജ്യത്തെ സദാചാര മൂല്യങ്ങൾക്കെതിരെയുള്ള വലിയൊരു വെല്ലുവിളിയാണ്. അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ സമൂഹത്തിൽ നിരന്തരം ദിനേന നമ്മൾ അത്തരം വാർത്തകൾ നിയമപരമായ ഒരു കൃത്യമായ ധാരണയില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ നിയമകാർക്കശ്യം ഇല്ലാത്തതിൻ്റെ കുത്തഴിഞ്ഞ ലൈംഗിക അരാജകത്വ സംസ്കാരത്തിൻ്റെ പരിണിതി നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ നിലയിൽ ഒരു നിയമപരമായ ചുവടുവെപ്പ്, വ്യഭിചാര കുറ്റം ജനറൽ ന്യൂട്രലായി പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു അടിയന്തര സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു.